നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യന്മാർ കരയുന്നവർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 26 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അനന്തരം ഒരു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭകാലത്ത് ധാരാളം പേർ യേശുവിനെ അനുഗമിക്കുവാൻ രാപകൽ തന്നോടുകൂടെ ഉണ്ടായിരുന്നു. അതിൽ 12 ആളുകളെ യേശു അപ്പോസ്തലന്മാരായി തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ താൻ അയക്കുന്നിടത്ത് പോവുക, തൻ്റെ ദൗത്യം നിറവേറ്റുക, അതായിരുന്നു അവരെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ എന്നാണ്, അയക്കപ്പെടേണ്ടവർ എന്നുമാണ്. കർത്താവായ യേശുക്രിസ്തു പിന്നീട് അവരെ ഇരണ്ടായിട്ട് താൻ ചെല്ലേണ്ട സ്ഥലങ്ങളിലേക്ക് അയക്കുവാനിടയായി അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ദൈവരാജ്യം സമീപിച്ചിരിക്കൂ എന്നുള്ള സുവിശേഷം പ്രസംഗിക്കുക, അവിടെയുള്ള രോഗികൾക്ക് സൗഖ്യം നൽകുക, ഭൂതബാധിതരെ വിടുവിക്കുക, ഇതൊക്കെ പറഞ്ഞാണ് യേശു അയച്ചത്. അപ്പോൾ കർത്താവായ യേശുവിൽ നിന്നും പരിശീലനം നേടിയ അവര് യേശു പറഞ്ഞയച്ച ആ സ്ഥലങ്ങളിൽ അവർ ഇരണ്ടായിട്ട് പോയി. അവിടെ അവരെ സ്വീകരിക്കാൻ ആളുണ്ടായി. അവര് അവിടെയുള്ള രോഗികൾക്ക് സൗഖ്യം നൽകി. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞവർ സന്തോഷത്തോടെ മടങ്ങി വരുവാൻ ഇടയായി. അപ്പോൾ കർത്താവ് തന്നിൽ നിന്ന് ആദ്യം വചനം കേൾക്കാനും പിന്നെ പോയി സുവിശേഷം പറയാനും ഒക്കെ ആയിട്ടാണ് ഈ 12 ആളുകളെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവർ പലരും വളരെ സുഭിക്ഷതയോടെ ജീവിച്ചവരാണ്. മത്തായി ചുങ്കക്കാരനായിരുന്നു, ധനികനായിരുന്നു, സുഭിക്ഷതയോടെ ജീവിച്ചവരാണ്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി കർത്താവ് പറയുകയാണ്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിങ്ങളുടെ പേർ വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ചു തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അപ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ അന്നത്തെ അനുഭവം അവർക്ക് വിശപ്പും ദാഹവും ക്ഷീണവും ആയിരുന്നു. അത് നിമിത്തം മാത്രമല്ല, ആളുകളുടെ നിന്ദയും പരിഹാസവും ഒക്കെ നിമിത്തം അവർ കരയുന്നവർ കൂടെ ആയിരുന്നു. എന്നാൽ യേശു പറയുകയാണ്, ഇപ്പോൾ കരയുന്ന നിങ്ങൾ ചിരിക്കും. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾക്ക് തൃപ്തി വരും. നാളെ ഇതിനേക്കാൾ ഉപദ്രവങ്ങളും പീഡകളും നിങ്ങൾക്കെതിരെ ഉണ്ടാകും. ആളുകൾ നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളുടെ പേര് വിടക്കെന്ന്, നിങ്ങൾ ദുഷ്പ്രവൃത്തിക്കാരാണ്, കൊള്ളരുതാത്തവരാണ്, ഇവർ ശരിയല്ല എന്ന് പറയാനിടയായിത്തീരും. നിങ്ങളെ പല പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ തള്ളുകയും ഓടിക്കുകയും നിന്ദിക്കുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്യും. കാരണം നിങ്ങളുടെ പിതാക്കന്മാരോട് ആളുകൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ഭക്തരോട് എല്ലാ കാലത്തും നേതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് നിന്ദയും അപമാനവും കഷ്ടങ്ങളും ദാരിദ്ര്യവും ആണ് ഭാവിയിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ശിഷ്യരോട് പറഞ്ഞു. പക്ഷേ പേടിക്കണ്ട,
നിങ്ങൾക്കാണ് ദൈവരാജ്യം. നിങ്ങൾ ഭരിക്കുന്നവരാകും, നിങ്ങൾ വാഴുന്നവരാകും, നിങ്ങൾ ചിരിക്കുന്നവരാകും, നിങ്ങൾ സന്തോഷിക്കുന്നവരാകും എന്ന് യേശു പറയുകയാണ്. അതിൻ്റെ മറുവശം യേശു പറയുന്നുണ്ട് 24 മുതൽ, എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം ലഭിച്ചു പോയല്ലോ. തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ വിശക്കുന്നു. ഇപ്പം ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്കറിയും. സകല മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ, അങ്ങനെ പുകഴ്ത്തിയല്ലോ. അപ്പം യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകളെക്കുറിച്ചാണ് യേശു ഇപ്പോൾ പറയുന്നത്. വളരെ നന്നായി, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ യേശുവിനെയും അപ്പോസ്തലന്മാരെ സ്വീകരിച്ചില്ലല്ലോ, നല്ല കാര്യം, നിങ്ങൾ ചെയ്തതാണ് നല്ലത് എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളെ പുകഴ്ത്തും. പക്ഷേ പണ്ട് കള്ളപ്രവാചകന്മാരും അങ്ങനെ ഉള്ളവരെ പുകഴ്ത്തിയതായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം തിരിയാനിടയാകും. ഇപ്പോൾ ചിരിക്കുന്ന അവർ നാളെ കരയും. ഇപ്പോഴ് സുഖിച്ചിരിക്കുന്ന ആളുകൾ നാളെ ദുഃഖിക്കാൻ, വിശക്കാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ആളുകളെ രണ്ടായി തിരിക്കുകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ രക്ഷിക്കപ്പെട്ടവരായി മാറുന്നു, ദൈവമക്കളായി മാറുന്നു, അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു. അവർ ഈ ഭൂമിയിൽ അവർക്ക് നിന്നയും പരിഹാസവും വിശപ്പും ദാഹവും ഒക്കെയാണ് ഉള്ളതെങ്കിലും ദൈവരാജ്യത്തിൽ അവർ ഭരിക്കുന്നവരായി വാഴുന്നവരായി തീരാനിടയായി തീരും. എന്നാൽ ഇന്ന് യേശുവിനെ കൈക്കൊള്ളാത്തത്, യേശുവിനെതിരെ നിലപാടെടുക്കുന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞ് പ്രോത്സാഹനം തരുന്ന ആളുകൾ അവർ നാളെ കരയാനും വിശക്കാനും അവർ ശിക്ഷിക്കപ്പെടാനും ഇടയായി തീരും എന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തെ രണ്ടായി BC എന്നും AD എന്നും തിരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നവൻ യേശുവാണ്. യേശുവിൻ്റെ പേരിലാണ് ലോകം അറിയപ്പെടുന്നത്. AD 2025 എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ജനനത്തെയാണ് കാണിക്കുന്നത്. എന്തൊരത്ഭുതം! 33 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച, ഒരു പുസ്തകം എഴുതാതിരുന്ന, പാട്ട് എഴുതാതിരുന്ന, അനാഥശാലയോ ആശുപത്രിയോ സ്ഥാപിക്കാതിരുന്ന, ഒരു പട്ടാളക്കാരനോ ധനികനോ രാജാവോ ആകാതിരുന്ന, ഒരു തച്ചുപണി ചെയ്ത് 30 വർഷം വരെ ജീവിച്ച, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരാൾ മാനുഷികമായി ചിന്തിച്ചാൽ 3.5 വർഷം മാത്രം ഇങ്ങനെ 12 മീൻപിടുത്തക്കാരായ ആളുകളെ കൂട്ടി പ്രസംഗിച്ച് നടന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് വിസ്തരിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. ആ യേശുവിൻ്റെ മാർഗം ഇന്ന് സ്വീകരിക്കാൻ ശാസ്ത്രജ്ഞന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ, ധനികർ ലോകത്തിലെ എല്ലാ രാജ്യത്തുമുണ്ട്. കാരണം യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച ആ യേശു ഭാവിയിൽ മനുഷ്യൻ രണ്ടായി തിരിക്കും. കോരാളുകളെയും ചെമ്മരിയാടുകളെയും പോലെ തിരിക്കുമെന്നൊരു വാക്യമുണ്ട്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കാഹളം ആകാശത്തിൽ മുഴങ്ങാനിടയാകും. അന്ന് സംഭവിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർക്കുകയും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടാകുകയും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുകയും ചെയ്യും. അല്ലാത്തവർ ഉയർപ്പിക്കപ്പെട്ട് നരകയാതന, അവരുടെ പാപങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ശിക്ഷ, കൃത്യമായ ശിക്ഷ അവർക്ക് നൽകപ്പെടും. അവർ നരകയാതന അനുഭവിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ആളുകളെ ഇന്ന് രണ്ടായി തിരിക്കുന്ന യേശുവാണ്. നാളെയും ആളുകളെ രണ്ടായി തിരിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തള്ളുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും നരകത്തിലേക്ക് തള്ളുന്നതും യേശുവാണ്. യേശുവിനെ എല്ലാവരും കണ്ടേ തീരൂ. കാരണം അവിടുന്നാണ് നമ്മുടെ സൃഷ്ടാവ്. അത് മനസ്സിലാക്കുവാൻ, ബൈബിൾ പഠിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.